ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കോമൺ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ബാത്റൂമിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസിനോട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ടോയ്ലറ്റാണ്. അപ്പോൾ ആ ബാത്റൂമിൽ വരുന്ന ഏരിയകൾ നമുക്ക് ആദ്യമേ നോക്കാം. ആദ്യമേ തന്നെ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ സെറ്റ് ചെയ്തു. ഏറ്റവും അറ്റത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ആ കുളിക്കുന്ന ഏരിയയിലുള്ള വെള്ളം ഇങ്ങോട്ട് വന്ന് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ തെന്നി വീഴാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് ഒരേ ലെയറിൽ തന്നെ ഏറ്റവും അറ്റത്ത് കുളിക്കുന്ന ഏരിയ കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യമേ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തീരുമാനിക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വാഷ് ബേസിൻ്റെ ഏറ്റവും ടേബിൾ ടോപ്പിൻ്റെ ഹൈറ്റാണ് ഏത് വാഷ് ബേസിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നത്. അപ്പോൾ ആ ടോപ്പ് ലെവലിൽ 34 ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഏത് ടോപ്പ് ലെവലിൽ വരുന്ന വാഷ് ബേസിനാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ വാഷ് ബേസ് നമ്മളിവിടെ ടേബിൾ ടോപ്പ് ആകുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോളം ഹൈറ്റ് മുകളിലേക്ക് പൊങ്ങി വരും. അതിന് വരെയാണ് 34 ഇഞ്ച് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ താഴെ നിന്ന് 34 ഇഞ്ച് വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് വശം വരെ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വാഷ് ബേസിനനുസരിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ടേബിൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു, ഡ്രില്ല് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പുകളൊന്നും ഡ്രില്ല് ചെയ്ത് കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മൾട്ടിവുഡാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഏരിയയിൽ കിച്ചൻ്റെ ഏരിയയിലാണെങ്കിൽ മൾട്ടിവുഡ് യൂസ് ചെയ്യണേ ഏറ്റവും നല്ലത്. കാരണം തണുപ്പ് കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടിവുഡ് അല്ലാതെ വേറെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ സമയത്ത് കുത്തി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. മൾട്ടിവുഡ് ആകുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്ട്രോങ് ഇരിക്കുകയും ചെയ്യും. വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ടൈലോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത്. ആ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പ്ലഗ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എക്സോസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, മിറർ ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഈ മുകളിൽ കണ്ട ഒരു മിറർ സെറ്റ് ചെയ്യാം, അതിൻ്റെ മിറർ ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ സീലിംഗ് ലൈറ്റ് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് സ്വിച്ചുകൾ വരുന്നുണ്ട്. ഒരു കോമൺ ലൈറ്റ് മാത്രമാണ് പുറത്തുനിന്ന് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ റൂമിൽ നിന്ന് ഇട്ടിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ കുളിക്കുന്ന വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഏരിയയിലേക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ ആ സെറ്റ് ചെയ്ത് ആ സൈഡിലേക്കുള്ള പ്ലഗ് പോകേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ടോപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ പിന്നെ കുളിക്കുന്ന ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അറ്റത്ത് ഡൈവേർട്ടർ സിസ്റ്റം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഒരു സംഘം ചെയ്ത് ഒരു ഏരിയ മാറ്റി ക്ലിയർ ചെയ്ത് കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തത് 60 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഭിത്തിയിൽ നിന്നും 60 സെൻറ്റിമീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 60 സെൻറ്റിമീറ്ററിൽ നമുക്ക് 60 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഭിത്തിയിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് കണ്ട 60 സെൻറ്റിമീറ്ററിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 90 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ വീതി ഉണ്ടെങ്കിൽ നമുക്ക് 90 സെൻറ്റിമീറ്ററോ 100 സെൻറ്റിമീറ്ററോ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ സെറ്റ് ചെയ്യാം. അതിൽ നിന്നും ഒരു 100 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ 90 സെൻറ്റിമീറ്റർ മാറ്റി നമ്മൾ കുളിക്കുന്ന ഏരിയ സെറ്റ് ചെയ്യാം. അപ്പോൾ കുളിക്കുന്ന ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററിൽ ഉണ്ടെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ നമ്മൾ ഈ പറഞ്ഞ ക്ലോസറ്റിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ നല്ലത്. 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ ടേബിൾ ടോപ്പിൻ്റെ ഏരിയ കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണിച്ചായിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.